ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ടൊമാറ്റോ ചിക്കൻ കറിയാണ്. കുറച്ച് സ്പൈസിയാണ്. ഇതിനകത്ത് ഒരു പരീക്ഷണം ഞാൻ ചെയ്ത എന്നാണെന്നറിയാമോ? ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്നാണെന്നറിയാമോ? വെളുത്തുള്ളിയും വറ്റൽ മുളകും. ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി മുളകാ. ഇതെന്നാ ചെയ്തേ, നമ്മുടെ നല്ല വെള്ളമില്ലേ, നല്ലോണം തിളപ്പിച്ചിട്ട് അരച്ചെടുക്കാം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ച് ഒന്ന് വാട്ടിയിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തേക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒലീവ് ഓയിലിനകത്ത് ഒന്ന് വാട്ടി വെച്ച് അരച്ചെടുത്തേക്കുക. ഇനി ഒലീവ് ഓയിൽ വേണ്ട, നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അന്നേരം ഒരു പാൻ വെച്ചേച്ച് ഒരു കഷ്ണം പട്ട, ഈ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പട്ടയ്ക്ക് ഈ ഒരു കട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ചിലതൊക്കെ ഭയങ്കര വണ്ണമുള്ളതാണ്. അതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണമൊക്കെ ഇടാവുള്ളൂ. ഇങ്ങനത്തെ വണ്ണമില്ലാത്തതാന്നേൽ ഒരു വലിയ മുഴുത്ത കഷ്ണം ഒടിച്ചിട്ടേണ്ട ഒരു പകുതി. കാര്യം നമുക്ക് കുറച്ചൊരു 1/2 കിലോ കോഴിയേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 or 6 ഗ്രാമ്പു. പിന്നെ വേണ്ടിയത് ഏലക്ക. പിന്നെ ഉള്ളത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് ശരിക്കും പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം. ഇനി എന്നാന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. എന്നാന്നറിയോ, ഈ പച്ച ഏലക്ക പോലെ തന്നെ ഒരു മുഴുത്ത ഏലക്കയുണ്ട് വേറെ. അത് ഇടുവാന്നേൽ ഏലക്ക ഇത്ര ഇടണ്ട. ഒരു അത് മുഴുത്ത ഏലക്ക ഒന്നും, ഇത് ഒരു 2 എണ്ണം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഏലക്കയുടെ ഇത് കുറച്ച് കൂടും. ഇതിനി എന്ത് ചെയ്യണം, ഒരു ഡ്രൈ റോസ്റ്റ്. ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമാന്നേൽ നമുക്ക് വെളിയിൽ ഇതിൻ്റെ മസാല വാങ്ങാൻ കിട്ടുമേ. പൊടിക്കാനെന്നും പറഞ്ഞ് മസാല വാങ്ങാൻ കിട്ടും. അതും ഏകദേശം ഇതേ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് കശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. വലുതായിട്ട് മൂക്കണ്ട, അത് പൊടിയുന്ന ഒരു പരുവം. ഇതൊന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴേ കുറച്ച് കുരുമുളക്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാലക്കകത്താണെങ്കിൽ ഈ കുരുമുളക് കാണുകയില്ല. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മണം. ചെറിയ തീയിൽ നല്ല ചീനച്ചട്ടി നല്ല ചൂടായതിന് ശേഷമാണ് ഞാൻ ഈ ഡ്രൈ സ്പൈസസ് എല്ലാം കൂടെ ഇട്ടേ. പിന്നെ ചെറിയ തീയെ വെച്ച് ആ ചീനച്ചട്ടിക്ക് തന്നെ ഒരു ചൂടുണ്ട്. അന്നേരം അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ആ പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ നിറം ഒന്ന് പച്ച നിറമല്ലേ, അതിനെ ഒന്ന് ഇച്ചിരി ഒന്ന് മാറി ഒരു യെല്ലോ ബ്രൗൺ അങ്ങനത്തെ ഒരു നിറ വ്യത്യാസം വരുമ്പോഴത്തേന് മാറ്റാം. ഇനി ഈ ചീനച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് ഒലീവ് ഓയിൽ. ഉള്ളി വഴറ്റാനുള്ള വേണേ, അവസാനമല്ലേ ഗ്രേവി കാണുകയില്ല. ഇതിനകത്തോട്ട് 2 മണി ജീരകം. 2 മണി എന്ന് പറഞ്ഞാൽ പറ്റില്ല, വേണം. ഇതൊന്ന് ചൂടാവുന്ന സമയം ഞാൻ ഈ സ്പൈസസ് ഒന്ന് പൊടിക്കട്ടെ. ജീരകം ഇച്ചിരി ചൂടായി അത് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉള്ളി. ഉള്ളി മൂക്കാൻ എളുപ്പത്തിന് ഇച്ചിരി ഉപ്പിടുക. ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടണേ. ഒരു 1.5, ഇതിപ്പോൾ 1/2 കിലോ അല്ലല്ലോ, അപ്പോൾ 1 ടീസ്പൂണോളം മതി. അരിഞ്ഞ് കഴിയുമ്പോൾ 1 ടീസ്പൂൺ കിട്ടണം. ഉള്ളി ഇച്ചിരി വാടി വരുമ്പം എൻ്റെ ഫേവറേറ്റ് കുറച്ച് കറിവേപ്പില ഇടുവാണേ. കുറച്ചെന്ന് പറയുമ്പോൾ അറിയാലോ, എപ്പോഴും പോകാൻ മേല, അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഭയങ്കര ദൂരമല്ലേ, ഒരുപാട് നേരം പോയി എടുക്കാനെന്ന്. പക്ഷെ എന്നാലും കറിവേപ്പില മുന്നിലിരിക്കുന്നതാണ് ഒരു സന്തോഷമാണ്.
ആക്ച്വലി എൻ്റെ കുക്കിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ശരിക്കും വന്നത് എങ്ങനെയാണെന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് വളർന്നതെന്ന്. അന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം അമ്മച്ചി കുഴച്ചെല്ലാം വയ്ക്കും. അന്നേരം അപ്പ ഇരുന്ന് ചപ്പാത്തി വരുത്തി, ആൻറ്റിമാരെല്ലാം അത് ചുട്ട് ഞങ്ങൾ പിള്ളേരെ എല്ലാം ഇരുത്തി, അങ്ങനെയൊക്കെ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ സത്യം ഒരു നിറവാ ശരിക്കും പറഞ്ഞാൽ. അതേപോലെ എനിക്കിത് വാശി കയറിയ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. എൻ്റെ അപ്പനും അപ്പാപ്പന്മാർക്ക് അത്യാവശ്യം പാചകം എല്ലാവർക്കും അറിയാവേ. അന്നേരം എൻ്റെ അപ്പാപ്പനൊരു മെയിൻ ഇഷ്ടമുള്ളതെന്ന് പറയാം, പുള്ളിക്കാരൻ ഇങ്ങനെ അടുപ്പേ കളിക്കുന്ന ഒരു പരിപാടി ഇഷ്ടമില്ല. പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടം ബേക്കിംഗ് ആണ്. അപ്പോൾ എന്നാ അന്നൊക്കെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം മൈദയും മുട്ടയും ഇതെല്ലാം കലക്കി വെച്ച് കഴിയുമ്പോൾ അത് വന്ന് നക്കി തിന്നാത്ത ഒരു പിള്ളേരും ഇല്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, അപ്പാപ്പനോട് ചോദിച്ചു, അപ്പാപ്പ എനിക്ക് ഇച്ചിരി ഞാൻ ഇതിൻ്റെ രുചി നോക്കട്ടെ, എനിക്ക് കൊതി വരുന്നു. അപ്പോൾ പറഞ്ഞില്ല, നിനക്ക് ബേക്ക് ചെയ്ത് വെച്ച് കേക്ക് തരാമെന്ന്. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. അത് ഇച്ചിരി ബാറ്റർ ചോദിച്ചു വെച്ചാൽ എനിക്ക് എന്നാ തരാത്തേ. അപ്പം ഞാൻ എന്നാ ചെയ്തു, അമ്മച്ചിയെടുത്ത് വേണ്ട അടുക്കളയിൽ ചെന്ന് വെച്ച് ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഇപ്പോൾ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പം അമ്മച്ചി വെച്ച് നീ എന്നാ കാണിക്കാനാ പോകുന്നത്? ഞാൻ പറഞ്ഞു, അപ്പാപ്പൻ ആ കേക്ക് ഉണ്ടാക്കി എനിക്കും തന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉണ്ടാക്കണമെന്ന്. അന്നേരം അമ്മച്ചി എൻ്റെ കൂടെ നിന്നേച്ച് ആ ബാറ്റർ ഉണ്ടാക്കി. എനിക്കറിയാവുന്ന ഒന്നും അറിയത്തില്ല, എന്തൊക്കെയൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ അറിയാം, അതെല്ലാം എടുത്തിട്ടത് ഏറ്റക്കുറച്ചിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ മേലായിരുന്നു. ഞാൻ എടുത്തിട്ടിട്ട് ഞാൻ ചെന്ന് അപ്പാപ്പൻ്റെ ഫ്രണ്ട് ഇരുന്ന് ആ കേക്ക് ആ ഒരു ബാറ്റർ കഴിച്ചു. അന്നേരം അപ്പാപ്പൻ പറയുന്നത് നിനക്ക് വാശി ചില്ലറ മോശമൊന്നും അല്ല, പക്ഷെ ഇത് നീ ഇത്രയും തിന്ന് നിനക്ക് വയറ് നോവുമെന്ന് പറഞ്ഞു. പക്ഷേ അന്നാണ് അപ്പാപ്പൻ ശരിക്കും എനിക്ക് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് പീസും എല്ലാം തന്നിട്ട് എന്നെ അടുത്ത് എത്തിച്ച് എന്നോട് കംപ്ലീറ്റ് പറഞ്ഞു, ഇതിങ്ങനെ എന്നെ പോലെയാണ്, നിനക്ക് ഇന്ന് ഞാൻ ബേക്കിങ്ങിൻ്റെ ക്ലാസ് പറഞ്ഞുതരാം. അത് ശരിക്കും എന്താണ് എനിക്ക് ഞാൻ പറയാം, ഞാനൊരു 8th പഠിക്കുമ്പോഴോ ഒക്കെ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്ക് ശരിക്കും അപ്പാപ്പൻ തന്നത്. സ്റ്റിൽ ആ ഒരു വാനില കേക്കിൻ്റെ അപ്പാപ്പൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് അറിയാം. ഇതിലൊക്കെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറയാം, ഈ കഥയൊക്കെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം. അപ്പാപ്പൻ, അപ്പച്ചൻ, അമ്മച്ചി, എൻ്റെ ആൻറ്റിമാര് എല്ലാവരുടെയും കൂടെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ഞാൻ വളർന്നുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് എനിക്ക് ഓരോ നിമിഷവും ഭയങ്കര വിലപ്പെട്ടതാണ്. പക്ഷെ എന്നാന്നോ നമ്മൾ പറഞ്ഞു കേട്ടില്ല, അനുഭവമാണ് ഏറ്റവും വലുതെന്ന്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസും സന്തോഷവും നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാം. അല്ലാതെ അവരുടെ ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ നല്ല സന്തോഷം വരിക. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പോൾ എൻ്റെ പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവേ. അതുപോലെ ഞാൻ മാക്സിമം എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ സിസ്റ്റർ, ബ്രദർ, ഫാമിലി എല്ലാവരുമായിട്ട് എന്തൊക്കെ ചെറിയൊരു ഫംഗ്ഷൻ വന്നാലും ഒന്നിച്ചു കൂടി ഒരു ബേളം വെച്ചേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെയില്ല. എല്ലാവരും അത് ട്രൈ ചെയ്യണം. പറ്റും, എല്ലാവരും വിചാരിച്ചാൽ പറ്റാത്ത കാര്യമൊന്നുമില്ല. ഇനി അടുത്ത ചിക്കൻ കറിയിലേക്ക് വന്നാൽ, ഇത് നല്ലതായിട്ട് മൂത്തേ, അതിൻ്റെ കൂടെ ഞാൻ ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചേക്കുക. ഇത് ഒരു 1/2 കിലോ കോഴിയുള്ളൂ, 2 തക്കാളി എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ അരിഞ്ഞിടാം. അതല്ല, ഞാൻ നേരത്തെ പറയാറില്ലേ, ഈ ഗ്രേവിക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിടുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് അരിയാവേ. ഇനി ഈ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ വെന്ത് അതിൻ്റെ ഗ്രേവി പോലെ ആവുകയല്ലേ. ഇനിയിപ്പോൾ ഇത് അരച്ചിട്ടാൽ പെട്ടെന്ന് ഗ്രേവി പോലെ വരും, പക്ഷേ ടൊമാറ്റോയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ അത് വറ്റാതെ വെക്കുകയല്ല. ഇപ്പം ടൊമാറ്റോ നല്ല അസലായിട്ട് എന്നാ പറയുക, ഒത്തിരി അങ്ങ് ഉടഞ്ഞു ചേർന്നില്ല, പക്ഷെ എന്നാലും അതൊന്ന് മാഷായി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണേ. മഞ്ഞപ്പൊടി ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം, നമുക്ക് അഥവാ സ്പൈസസ് ഇച്ചിരി കൂടുതൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചില്ലേ, അന്ന് പറഞ്ഞ പോലെ സ്പൈസസ് ഇച്ചിരി കൂടുതലായിട്ട് പൊടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പൊടിച്ചു വെച്ചാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കറിയിലും മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ ഓർത്തോണം, നമ്മളിതിൽ മഞ്ഞ ഇട്ടിട്ടുണ്ടെന്നുള്ള ഓർത്താൽ മതി. ഇതിനകത്തോട്ട് നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത്, നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നില്ലേ, കുറച്ച് വെളുത്തുള്ളിയും ആ വറ്റൽ മുളകും കൂടെ അരച്ചത് ഒരു 2 ടീസ്പൂൺ. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ പൊടിക്കൈയായിട്ട് സത്യം പറഞ്ഞാൽ മല്ലിപ്പൊടി ഇടുകയല്ല, എന്നാലും ഞാൻ ഒരു ഫ്ലേവർ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടും. കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ മുളക് പൊടി ഇടണം.
നമ്മൾ അരച്ച മുളക് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് വരാനായിട്ടാണ്. നമ്മളെല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ടോ നോക്കുവല്ലേ. ആ സമയത്ത് എന്നതേലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടേ ഈ അരപ്പ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഈ അരപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചേച്ചാൽ നടുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുമോ, എണ്ണ ഒഴിച്ചെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ഒഴിച്ചേച്ച് ഈ പൊടി എല്ലാം അതിനകത്തോട്ട് ഇടുക. എന്നുവെച്ചാൽ ഒന്ന് മൂപ്പിച്ചേച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുക. ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ഈ അരപ്പിലോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചേച്ച്, പുളിക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. വലിയ പഴുത്ത തക്കാളിയല്ല, ഒരുവിധം പഴുത്ത തക്കാളിയാണ്. അപ്പം അതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ. അഥവാ നമ്മുടെ ചിക്കൻ കറി ഒരു ഇച്ചിരി തീർന്നില്ല എന്ന് വെച്ചോ, അന്നേരം ചീത്തയാവാതെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഈ വിനീഗർ ചേർക്കുമ്പോണ്ടല്ലോ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇനി ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചേച്ച് അടച്ചിടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സ്പൈസസ് ഇല്ലേ, അത് കുറച്ച് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ചേർക്കുക, നമ്മൾ വാങ്ങാൻ നേരം കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇത് വേവാനായിട്ട് ചിക്കനിൽ നിന്ന് ആസ് യൂഷ്വൽ വെള്ളം ഊറും. പക്ഷേ അത് ഊറാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ കറിയോ എന്നത് കറി വെച്ചാലും പച്ചക്കറി ഒഴിച്ച് എന്ന കറി വെച്ചാലും നമ്മൾ പെട്ടെന്ന് പ്രഷർ കുക്കറിലിട്ട് ഒരിക്കലും നമ്മൾ ആ ചിക്കൻ കറി വേവാൻ ശ്രമിക്കരുത്. ചെറിയ ഫ്ലെയിമേലിട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്താലേ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. അതിൻ്റെ കൂടെ അത് മാത്രമല്ല, ചിക്കനകത്ത് ചേർത്ത മസാല എല്ലാം പിടിക്കണ്ടേ, അതാകുമ്പോൾ ഇച്ചിരി സമയം കൊടുത്തേ വെക്കുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ വേവാൻ വെച്ചു, അത് വെന്തു. പക്ഷേ എന്നാലും അതിനൊരു കുറച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി പറയുവാണെങ്കിൽ അതിനാവശ്യമുള്ള നമുക്ക് എത്രയാ ചാറ് വേണ്ടേ, നമ്മൾ ഒത്തിരി വെള്ളം എടുത്തങ്ങ് ഒഴിച്ചേക്കല്ലേ, നമുക്ക് ആവശ്യമുള്ളൊരു ചാറ് അത് ആ ഒരു പരുവ് എത്തുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ഇനി അതല്ല, ഇതിനകത്ത് കുറച്ച് എന്താ പറയുക കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, സീഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിടാം. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല വൃത്തിയുള്ളൊരു കറിയാണ്. പക്ഷേ ഇത് കുറച്ച് സ്പൈസിയാണ്. അത് എന്താ പറയുക പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ആവശ്യമുള്ള ഗ്രേവിയായി. ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താണ്ടല്ലോ ഒരു നല്ലൊരു മണം വരും. ഇനി ഈ സെയിം കറി കുറച്ചൊന്ന് മുരിച്ചെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതാ പറഞ്ഞത്, ആർക്ക് ഏത് പരുവത്തിനാണെന്ന് ഈ കറി വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, ട്രൈ ചെയ്യും. Ali's Kitchen. Let's cook with love.